ബ്ലോഗർ സഞ്ജു ടെക് സ്വിമ്മിംഗ് പൂളാക്കിയ വാഹനം RTO എൻഫോഴ്സ്മെന്റ് പിടിച്ചെടുത്തു എന്ന വാർത്ത വരുന്നു. സഞ്ജു ടെക് എന്തോന്ന് പോയി കാണേണ്ടവരെ കണ്ടിട്ട് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് വാ. സത്യം പറഞ്ഞ ഒരു 10 ലക്ഷം രൂപ കൊടുത്താലും കിട്ടാത്ത റീച്ചാണ് നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ എന്തടാ നീ വലിയ കുഴപ്പക്കാരനാണെന്ന് കേട്ടു. ആണോടാ? വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ യൂട്യൂബർക്കെതിരെ RTOയുടെ നടപടി. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? എന്റെ കിളി പോയി സാറേ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട്. അതായത് എന്റെ ലൈസൻസ് കട്ട് ചെയ്തു എന്റെ ഫ്രണ്ട്. നിങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര റീച്ച് ആകത്തില്ല. TV മാത്രം ശകലകലാവല്ലഭൻ. എന്താണ് തമാശയാക്കാണ്? അല്ല തമാശയാക്കാണ്. ലൈസൻസ് എന്ന് പറയുന്ന സാധനം കട്ടാക്കിയിട്ടില്ല, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ കട്ടാക്കിയിട്ടില്ല, ഒന്നുമില്ല. ഈ ന്യൂസുകാർ ചുമ്മാ അടിച്ചിറക്കുക. എന്തായാലും അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നമ്പറച്ചിലൊക്കെ നിർത്തിന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. സെക്യൂർ ആയിട്ടിരിക്കുന്നതിന് പകരം ഇവര് നിർമ്മിച്ച കുളത്തിനകത്ത് കിടക്കുകയാണ് 3 പേര്. ഞാൻ പണം കൊടുത്ത് വാങ്ങിയ കാറാണ്, എനിക്ക് എന്തും ചെയ്യാം എന്ന് ഈ ബ്ലോഗർ വീഡിയോയിലൂടെ പറയുന്നു. ഇത് എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. ഇനി നമുക്ക് വന്ന കാര്യങ്ങളിലേക്ക് കടക്കാം. അപ്പൊ ആ പ്രസ്തുത വാഹനം NH കൂടെ വന്ന് കൊമ്മാടി ജംഗ്ഷന്റെ ഡ്രൈവറായ സൂര്യനാരായണന്റെ ഡ്രൈവിംഗ് ലൈസൻസ് 1 വർഷത്തേക്ക് താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുന്നു. മനസ്സിലായില്ലല്ലേ? എനിക്കറിയേണ്ടത് നീ പടയൊരുക്കം തുടങ്ങിയെന്നാ. യൂട്യൂബർ സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ആജീവനാന്തം റദ്ദ് ചെയ്തു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. വാഹനത്തിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കിയുള്ള യാത്ര വിവാദമായിരുന്നു. വാഹനത്തിന്റെ The coefficient of linear expansion is the position of the hemoglobin in the atmosphere. രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് റദ്ദാക്കി. ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTOയുടേതാണ് നടപടി. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. സഞ്ജു ടെക്കിനെതിരെ ഇപ്പോൾ കോടതിയിലും പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈശ്വര ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഇനി ഈ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിക്കാൻ സഞ്ജു TSന് കഴിയില്ല. മോട്ടോർ ഖത്തം. ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. ക്ഷമിക്കണമെന്നും ഇനി ആവർത്തിക്കില്ലെന്നുമൊക്കെ സഞ്ജു കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുന്നിൽ ഹാജരായി പറഞ്ഞിരുന്നു. നിന്നെ കണ്ടിട്ടൂടില്ല, നീ ആരാ? എന്റെ ഭയം ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ. നമ്മളെ വിമർശിക്കുകയും നമ്മളെ വളരെ അസഭ്യം പറയുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് ഒരു സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതാണ്. എങ്കിൽ നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. നിക്ക്, നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. നീലകണ്ഠ, ഒന്ന് ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട.